വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അമേരിക്ക പിടികൂടി കൊണ്ടുപോയതിന് പിന്നാലെ ആഗോള രാഷ്ട്രീയം ചൂടുപിടിക്കുമ്പോൾ അതിനിടയിലേക്ക് പാകിസ്ഥാന്റെ വിചിത്രമായ ഒരു ആവശ്യം കൂടി എത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമേരിക്ക തട്ടിക്കൊണ്ടു പോകണമെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇപ്പോൾ പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെറുമൊരു ആവശ്യം മാത്രമല്ല, ഇതിനായി തുർക്കി കൂടി ഇടപെടണമെന്നും പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യരാശി കണ്ട ഏറ്റവും വലിയ കുറ്റവാളിയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്നാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ വാദം. മഡൂറോയെ പിടികൂടിയതുപോലെ തന്നെ നെതന്യാഹുവിനെയും പിടികൂടി വിചാരണ ചെയ്യണം. ഇതിനായി തുർക്കി കൂടി രംഗത്തിറങ്ങുമെന്ന് തങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നും ഖ്വാജ ആസിഫ് പറയുന്നു. എന്നാൽ ഈ പ്രസ്താവനയോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് തികച്ചും അവജ്ഞയോടെയാണ്. പാക് മന്ത്രിയുടെ വാക്കുകൾ താൻ കേട്ടിട്ട് കൂടിയില്ല എന്ന് ട്രംപ് തുറന്നടിച്ചു. മാത്രമല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുമായിരുന്ന ഒരു വലിയ യുദ്ധം തടഞ്ഞത് താനാണെന്ന് ആവർത്തിക്കാനും ട്രംപ് ഈ അവസരം ഉപയോഗപ്പെടുത്തി. ആണവായുധങ്ങൾ പോലും ഉപയോഗിക്കപ്പെട്ടേക്കാവുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും ഇരു രാജ്യങ്ങളെയും പിന്തിരിപ്പിച്ചത് തന്റെ നയതന്ത്രമാണെന്നും അതുകൊണ്ട് തന്നെ തന്നെക്കാൾ നോബൽ സമ്മാനത്തിന് അർഹനായി മറ്റാരുമില്ലെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പാകിസ്ഥാൻ ഇത്തരം പ്രസ്താവനകളുമായി നടക്കുമ്പോഴും അമേരിക്കയുടെ ശ്രദ്ധ ട്രംപിന്റെ നോബൽ മോഹങ്ങളിലേക്കും പാക് ഇന്ത്യ സംഘർഷം തടഞ്ഞതിന്റെ ക്രെഡിറ്റ് അതിലേക്കൊക്കെയാണ് നീളുന്നത്. വെനസ്വേലൻ പ്രസിഡന്റിനെ മയക്കുമരുന്ന് കടത്തും ഭീകരവാദ ഗൂഢാലോചനയും ആരോപിച്ച് അമേരിക്ക തടവിലാക്കിയ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ ഈ ആവശ്യം ഉന്നയിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ പ്രസക്തി തെളിയിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ ഇസ്രായേൽ വിരുദ്ധ വികാരം ഇളക്കിവിട്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇടയിൽ ശ്രദ്ധ പിടിച്ചുപറ്റി ആളാകാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ട്രംപിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണെന്നിരിക്കെ പാകിസ്ഥാന്റെ ഈ ആവശ്യം അമേരിക്ക ഗൗരവത്തിലെടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പാണ്. ഒരു വശത്ത് സാമ്പത്തിക സഹായത്തിനായി അമേരിക്കയുടെ മുന്നിൽ കൈനീട്ടുമ്പോഴും മറുവശത്ത് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഇസ്രായേലിനെതിരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നു. ട്രംപാകട്ടെ പാകിസ്ഥാനെ കാര്യമായി പരിഗണിക്കാതെ താൻ രക്ഷിച്ച കോടിക്കണക്കിന് ജീവനുകളെക്കുറിച്ചും നോബൽ പ്രൈസിനെ കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത്. ഇത് പാകിസ്ഥാന് അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടിയാണ് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ നെതന്യാഹുവിനെ തട്ടിക്കൊണ്ടു പോകണമെന്നുള്ള പാകിസ്ഥാന്റെ ആഗ്രഹം വെറും പാഴ്വാക്കായി തന്നെ അവശേഷിക്കാനാണ് സാധ്യത. ട്രംപിന്റെ ഭരണത്തിൽ പാകിസ്ഥാന് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാന്റെ ഇത്തരം തരംതാണ പ്രസ്താവനകളെ ലോകം പരിഹാസത്തോടെയാണ് കാണുന്നത്. വരും ദിവസങ്ങളിൽ അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഈ പ്രസ്താവനകൾ എന്ത് ചലനം ഉണ്ടാക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളം.